ഒരുപാട് കാലമായിട്ട് ഇപ്പം നമ്മളടുത്ത് വരുന്ന പല പ്രൊജക്ട്സ് ആണെങ്കിലും 20-40 കൊല്ലമായിട്ട് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടും അവർക്കൊരു പേര് ഇന്നത്തെ കാലത്തൊരു ബ്രാൻഡായി മാറാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർ ഡിസർവ് ചെയ്യുന്ന ഗ്രോത്തിലേക്ക് എത്തുന്നില്ല എന്ന രീതിയിൽ പല ഫൗണ്ടേഴ്സും പല ഇഷ്യൂസും ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രീമിയമായിട്ട് പൊസിഷൻ ചെയ്യേണ്ടതിൻ്റെ, അല്ലെങ്കിൽ പ്രീമിയമായിട്ടൊരു ബ്രാൻഡ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ ടൈമും എഫേർട്സും റിസോഴ്സസും ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ അതിൽ ഒരു പോയിന്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ SOP കൃത്യമായിട്ടൊരു CRM സിസ്റ്റത്തിലേക്ക് കൂടി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് സിറ്റുവേഷനിലേക്ക് CRM ഇല്ലെങ്കിൽ പ്രോപ്പറായിട്ട് എന്തെങ്കിലും ലീഡിനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ, റിമൈൻഡ് ചെയ്യുന്നുണ്ടോ ഒന്നും അറിയാൻ പറ്റില്ല, ഒരു കൺട്രോളേ ഉണ്ടാവില്ല. സോ നമ്മൾ CRM നിങ്ങൾക്ക് പറയാൻ പറ്റും കൂടുതൽ CRM ഒരു കമ്പനിയിൽ കൊണ്ടുവരുന്ന ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, ലീഡ് മാനേജ്മെന്റ്, ഏറ്റവും പ്രധാനപ്പെട്ട ബെറ്റർ കമ്മ്യൂണിക്കേഷൻ. ഒരു ക്ലയന്റ് എപ്പോഴും വന്നു കഴിഞ്ഞാലും അസിൽ ഫ്രീ ആയിരിക്കണം. ഒരു പ്രീമിയം വില്ല എന്ന് പറയുന്നത് പല ബിൽഡേഴ്സിന്റെ ഒരു ഡ്രീമാണ്. അത് പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ നമുക്കൊരു വില്ല കൺസ്ട്രക്ഷൻ കുറേ കാര്യം കൊണ്ട് നമുക്ക് എളുപ്പമാണ്. ഒരു ഏരിയയിൽ നമുക്ക് ലേബർ മെറ്റീരിയൽ ഒക്കെ നമുക്ക് കുറച്ചുകൂടി ഒപ്റ്റിമൈസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. പ്രൊജക്ട് മാനേജ്മെന്റ് ഈസിയാണ്. മാത്രമല്ല നമുക്കൊരു ഒരു 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 പ്രസ്റ്റീജ് ആണ്, അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് സിമ്പിൾ പോലെയാണ് പല ബിൽഡേഴ്സും അതിനെ അപ്രോച്ച് ചെയ്യാറ്. അപ്പം അവിടെയാണ് ഈ പറഞ്ഞ പ്രീമിയം ബ്രാൻഡിങ്ങിന്റെ ഒരു ആൾക്കാർ പ്രീമിയം ബ്രാൻഡിന്റെ അല്ലെങ്കിൽ വാങ്ങുന്നില്ല. Hello everyone, welcome to Clarity Discussion Desk, where we deliver actionable business insights. എൻ്റെ പേര് അർജുൻ, ക്ലാരിറ്റി പാർട്ട്നേഴ്സിലെ മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റ് ആണ്. കഴിഞ്ഞ 4 കൊല്ലമായിട്ട് AEC ആർക്കിടെക്ചർ എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന ഇൻഡസ്ട്രിയിൽ മൾട്ടിപ്പിൾ പ്രോജക്ട്സ് ഹാൻഡിൽ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. സോ ഇന്ന് നമ്മുടെ ഡിസ്കഷനിൽ നമ്മളെ കൂടെയുള്ളത് മിസ്റ്റർ മിസബ് ആണ്. കേരളത്തിൽ കഴിഞ്ഞ 6 വർഷമായിട്ട് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. സോഷ്യൽ മീഡിയയിൽ 8 ലക്ഷത്തോളം മെമ്പേഴ്സ് ഉള്ള ഒരു വളരെ ലീഡിംഗ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഈ വീട് എന്ന കമ്മ്യൂണിറ്റിയുടെ ഫൗണ്ടറാണ് മിസ്റ്റർ മിസബ്. അതിനൊപ്പം തന്നെ പല കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻറ്റീരിയേഴ്സ് ബിസിനസ്സുകളുടെ ഗ്രോത്തിന് വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ്. സോ വെൽക്കം മിസബ് ടു ദ ഡിസ്കഷൻ. സോ നമുക്ക് നമ്മൾ നേരിട്ട് ഒരു ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ട് തന്നെ സംസാരിച്ച് തുടങ്ങുകയാണെങ്കിൽ, ഇന്നിപ്പം കേരളത്തിൽ വളരെ രസകരമായിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ സീനാണ് ഉള്ളത്. ഇപ്പം കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പം കൺസ്ട്രക്ഷൻ, ഇൻറ്റീരിയേഴ്സ്, അങ്ങനെ പല ബിസിനസ്സുകളാണെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള ബ്രാൻഡിങ്ങിൻ്റെ, മാർക്കറ്റിങ്ങിൻ്റെ ഒക്കെ സാധ്യതകൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് വളരെയധികം രസകരമായിട്ടുള്ള ബിസിനസ് മോഡലുകൾ കേരളത്തിൽ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കോമ്പറ്റീഷനിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാൻ, അല്ലെങ്കിൽ ഒരു പുതിയ തരത്തിലൊരു ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ പലതരത്തിലുള്ള ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ആവശ്യമായി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ എത്തരത്തിലാണ് മിസബ് ഈ ഒരു ഇൻഡസ്ട്രിയെ നോക്കി കാണുന്നത് അറിയാൻ എനിക്കൊരു കൗതുകമുണ്ട്. ഓക്കെ, നമുക്ക് അതിലേക്ക് വരുന്നതിന് മുന്നേ ഇപ്പോഴുള്ള കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ആർക്കിടെക്ചർ ഇൻറ്റീരിയർ ഇൻഡസ്ട്രിയെ കുറിച്ചൊന്ന് പറഞ്ഞു തുടങ്ങാം. അതിൽ പ്രധാനമായിട്ടും നമുക്ക് നോർമൽ ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ബിസിനസ് ചെയ്യുന്ന രീതിയിൽ ചെറുതായിട്ട് ഒരു മാറ്റം വരുത്താൻ മാത്രമേ ഇനിയുള്ള അങ്ങോട്ട് അവർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ പ്രധാനപ്പെട്ട കാരണം, ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ ഫേം നടത്തുന്ന ഒരു ഫൗണ്ടർ പലപ്പോഴും പ്രൊജക്ട്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് റഫറൽ വർക്കുകൾക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2-3 വർഷം കൊണ്ട് അവർക്ക് ചിലപ്പോൾ അവർ ഇൻഡസ്ട്രിയിൽ നിന്ന് ഔട്ടാവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സിസ്റ്റത്തിലാണെങ്കിൽ, സിസ്റ്റം ബിൽഡ് ചെയ്യുന്ന സമയത്ത്, അതുപോലെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്ന സമയത്തൊക്കെ പുതുതായിട്ട് ഉള്ളൊരു മാറ്റങ്ങളിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ അവർ ഇൻഡസ്ട്രിയിൽ നിന്ന് ഔട്ടാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന സർവീസുകളും ഒരു കമ്പനിയെ ഒരു പ്രീമിയം ലെവലിലേക്ക്, പ്രീമിയം ബ്രാൻഡാക്കി എങ്ങനെ മാറ്റാം, അതാണ് നമ്മളും കമ്പനികൾക്ക് വേണ്ടി ചെയ്യുന്ന ഈ ഒരു പോയിന്റിൽ തന്നെ. ഇപ്പം ഒരുപാട് കാലമായിട്ട് ഇപ്പം നമ്മളടുത്ത് വരുന്ന പല പ്രൊജക്ട്സ് ആണെങ്കിലും 20-40 കൊല്ലമായിട്ട് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടും അവർക്കൊരു പേര് ഇന്നത്തെ കാലത്തൊരു ബ്രാൻഡായി മാറാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർ ഡിസർവ് ചെയ്യുന്ന ഗ്രോത്തിലേക്ക് എത്തുന്നില്ല എന്ന രീതിയിൽ പല ഫൗണ്ടേഴ്സും പല ഇഷ്യൂസും ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രീമിയമായിട്ട് പൊസിഷൻ ചെയ്യേണ്ടതിൻ്റെ, അല്ലെങ്കിൽ പ്രീമിയമായിട്ടൊരു ബ്രാൻഡ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ ടൈമും എഫേർട്സും റിസോഴ്സസും ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ അതിൽ ഒരു പോയിന്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ, ഒരു 15 വർഷം 20 വർഷം എക്സ്പീരിയൻസ് ഉള്ള പല കമ്പനികളുടെയും വർക്കുകൾ ഒരുപക്ഷെ 3-4 വർഷം കൊണ്ട് ബിൽഡ് ചെയ്ത കമ്പനികൾ അത് സ്കെയിൽ ചെയ്യാൻ പറ്റുന്നതിൻ്റെ പ്രധാന കാരണം ഇന്നത്തെ കാലത്തിനനുസരിച്ച് അവർ മാർക്കറ്റിങ്ങിലാണെങ്കിലും സെയിൽസ് ടീം ബിൽഡ് ചെയ്യുന്നതിലും സ്ട്രാറ്റജിയിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതുകൊണ്ട് 15-20 വർഷമായിട്ട് ഉള്ള കമ്പനികൾ ഔട്ടാകുകയും പുതിയ ജനറേഷൻ മാർക്കറ്റ് ഷെയർ മൊത്തം ഇവരിലേക്കൊക്കെ വന്നു. അതിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ,
എൻ്റെ ഒരു നാട്ടിലെ കൺസ്ട്രക്ഷൻ കമ്പനി ചെയ്യുന്നൊരു ഫൗണ്ടറാണ്. പുള്ളിയുടെ തൊട്ട നൈബറിൻ്റെ വർക്ക് വരെ പുള്ളി നഷ്ടപ്പെട്ടു പോയി. അത് കൊച്ചിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് വന്നിരുന്നത്. പുള്ളി ഒരു മാർക്കറ്റിങ്ങിലൂടെ. അതെ. അപ്പോൾ റെഫറലിൽ നിന്ന് ആളുകൾ വെയിറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഞാൻ വീട് വെക്കുവാണെങ്കിൽ നോർമലി ഡിജിറ്റലി ഞാൻ കാണുന്ന ബ്രാൻഡുകളുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു ആർക്കിടെക്റ്റിനെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ഞാൻ 2-3 വർഷമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരിലേക്ക് ആ പ്രോജക്റ്റ് ഓട്ടോമാറ്റിക് പോകും. അപ്പോൾ ഡിജിറ്റലി പ്രസൻസ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ ഒരു പ്രീമിയം ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, അതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് പേഴ്സണൽ ബ്രാൻഡിംഗ് ഒക്കെ കൂടുതൽ ആളുകൾ ചെയ്യുന്നത് ഒരു മാർക്കറ്റിൽ കോമ്പറ്റീഷൻ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രീമിയം ബ്രാൻഡിന്റെ പിറകിലുള്ള ആൾക്കാരും അതിന്റെ മുന്നോട്ട് വരുമ്പോഴാണ് ട്രസ്റ്റും ബിൽഡ് ആവുന്നത്. ട്രസ്റ്റാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്. കാരണം ഒരാൾ ഒരു വീട് വെക്കുക എന്നുള്ള അയാളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ്. അത് ഒരാൾക്ക് അങ്ങനെ പെട്ടെന്നൊന്നും കൊടുക്കില്ല. ആ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ബെസ്റ്റ് ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ അവർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവർ നോക്കിക്കാണുന്നത് സോഷ്യൽ മീഡിയയാണ്. ഇൻസ്റ്റാഗ്രാമിൽ അവർ ഫോളോ ചെയ്യുന്ന ഒരു ആർക്കിടെക്ട്സിനായിരിക്കും ഫ്യൂച്ചറിൽ അവർ വർക്ക് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം, ഇനി ഇപ്പോൾ റഫറലിന് മാത്രം വെയിറ്റ് ചെയ്യുന്ന കോൺട്രാക്ടേഴ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ കമ്പനികൾ ഉണ്ടെങ്കിൽ അവർ നേരിടാൻ പോകുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ ഇന്നത്തെ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. ഇപ്പോൾ ഈ ഒരു മാർക്കറ്റിംഗ് എന്നുള്ള പോയിന്റിൽ ഇപ്പോൾ നമ്മൾ ഇത് ക്ലിയർ ആണ്. അതായത് ബ്രാൻഡിങ്ങിൽ, മാർക്കറ്റിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുക, കൂടുതൽ ക്യാമ്പയിൻസ് റൺ ചെയ്ത് കൊണ്ട് മാത്രമേ നമുക്ക് മാർക്കറ്റിലൊരു പ്രസൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പം അതിന്ന് നമ്മൾ ലീഡ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഒരു പരിധിക്കപ്പുറം പ്രൊജക്ട്സ് നമുക്ക് ചെയ്യണമെങ്കിലോ, അല്ലെങ്കിൽ ഒരുപാട് പാർട്ട് വരുന്നുണ്ട്. അതായത് ഇപ്പം റെസിഡൻഷ്യൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പം ചിലപ്പം 10 മാസം അല്ല 1 കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊജക്റ്റ് ആയിരിക്കാം. അപ്പം അതിൻ്റെ തന്നെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സെയിൽസ് ആണ്. ഇപ്പം വരുന്ന ലീഡ്സിന് കൃത്യമായൊരു സെയിൽസ് ടീം അതിനൊന്ന് ലീഡ്സിനെ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാൻ, അതിനൊന്ന് വിളിച്ച് അറ്റൻഡ് ചെയ്യാൻ, മീറ്റിംഗ്സ് ഷെഡ്യൂൾ ചെയ്യാൻ, അവർക്ക് കൃത്യമായിട്ട് ഡിസൈൻ ടീമായിട്ട് കോർഡിനേറ്റ് ചെയ്യാനൊക്കെ സെയിൽസ് ടീമിൻ്റെ ഒരു കാര്യമുണ്ട്. അപ്പം സെയിൽസ് ടീം ബിൽഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസുകൾ എങ്ങനെയാണ്? സെയിൽസ് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കൺസ്ട്രക്ഷൻ കമ്പനികൾക്കും ഒരു ഡിസൈൻ ടീം ഉണ്ടാവും. പ്രോപ്പർ സെയിൽസ് ആൻഡ് മാർക്കറ്റ് ടീം ഉണ്ടാവില്ല. പക്ഷേ നമ്മളിപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പെർഫോം ചെയ്യുന്ന കമ്പനികൾ, അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രൊജക്റ്റ് സ്കെയിലായിട്ടുള്ള കമ്പനികൾക്ക് പിന്നിൽ ശക്തമായിട്ടുള്ള ഒരു സെയിൽസ് ടീമും സെയിൽസ് സ്ട്രാറ്റജി, സെയിൽസ് ഫണൽ, അത്രയും നല്ലൊരു ടീം ഉണ്ടെങ്കിൽ മാത്രമേ നമ്പർ ഓഫ് പ്രൊജക്റ്റ് അല്ലെങ്കിൽ സ്കെയിൽ ചെയ്യാൻ നമുക്ക് പറ്റൂ. അപ്പോൾ അതിൽ ഒരു സിസ്റ്റം കൊണ്ടുവരിക, സെയിൽസ് ഫണൽ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കൊരു കമ്പനിക്ക് ഒരു SOP ക്രിയേറ്റ് ചെയ്യാം, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടായിരിക്കുക. അതിൽ സെയിൽസിൻ്റെ പാർട്ടിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ ഒരു ക്ലയൻറ്റ് ഹാൻഡിൽ ചെയ്യുന്ന മുതൽ അത് ക്ലോസ് ചെയ്യുന്നവരേക്കുള്ള ഒരു ഘട്ടങ്ങൾ, ആ ഘട്ടങ്ങൾ നമുക്ക് SOPയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലൊരു ക്ലയൻറ്റ് വരുന്ന ആദ്യത്തെ ഘട്ടം അവെയർനെസ്. നമ്മൾ പറഞ്ഞ പോലെ ഡിജിറ്റലി നമ്മൾ സ്പ്രെഡ് ചെയ്യുന്ന കണ്ടൻസിലൂടെ നമ്മൾ അവെയർനെസ് കണ്ട് നമുക്കൊരു ലീഡ് വരുന്നു, ഫസ്റ്റ് ഘട്ടം. അതിൻ്റെ അടുത്ത ഘട്ടം വരുന്നത് ആ വന്ന ലീഡ് നമുക്ക് ഇൻട്രസ്റ്റ് ആൻഡ് എൻഗേജ്മെൻറ്റ്, നമ്മളോടൊരു താല്പര്യപ്പെട്ട് നിർത്തണം. അപ്പം അന്നേരമാണ് നമ്മളവർക്ക് നമ്മുടെ മുന്നേ ചെയ്തിട്ടുള്ള പ്രൊജക്ട്സിൻ്റെ കേസ് സ്റ്റഡീസ്, അതുപോലെ തന്നെ കണ്ടൻസ്, അതെല്ലാം നമ്മുടെ ഒരു എക്സ്പെർട്ടൈസ് അവരിലേക്ക് കൊടുത്ത് അവരെ നിർത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടം ട്രസ്റ്റ് നമുക്ക് ബിൽഡ് ചെയ്യുന്ന പലപ്പോഴും എന്താണ്, നമ്മുടെ പ്രൈസിൻ്റെ ക്ലാരിഫിക്കേഷൻ, നമ്മുടെ പ്രൊജക്റ്റ് ടോട്ടൽ ഇത്ര ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യുക എന്നുള്ള ഏറ്റവും അത് മൂന്നാമത്തെ ഘട്ടം. അതുപോലെ തന്നെ നല്ല കേസ് സ്റ്റഡീസ്, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക മൂന്നാമത്തെ ഘട്ടം. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അടുത്തൊരു സ്റ്റേജിലേക്ക് സൈറ്റ് വിസിറ്റിലോട്ട് പോകും. ഈ ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തവർ നമ്മുടെ സൈറ്റിലോട്ട് വരാൻ പറയും. നാലാമത്തെ ഘട്ടമാണ് ക്ലോസിങ്. സോ ഈ SOP 1, 2, 3 പാർട്സ് ഇത് കറക്റ്റ് നമ്മളിന്ന് ഫോളോ ചെയ്യുന്നോ, നമ്മുടെ സെയിൽസ് ടീം ഫോളോ ചെയ്യുന്നോ, ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി സെയിൽസ് ക്ലോസിങ്. ഇത് ഈ SOP കൃത്യമായിട്ടൊരു CRM സിസ്റ്റത്തിലേക്ക് കൂടി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് സിറ്റുവേഷനിലേക്ക്. CRM ഇല്ലെങ്കിൽ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യും, വന്ന ലീഡിനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ, റിമൈൻഡ് ചെയ്യുന്നുണ്ടോ, ഒന്നും അറിയാൻ പറ്റില്ല, ഒരു കൺട്രോളേ ഉണ്ടാവില്ല. സോ നമ്മൾ CRM, പിന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും കൂടുതൽ. ഇപ്പോൾ CRM ഒരു കമ്പനിയിൽ കൊണ്ടുവരുന്ന ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, ലീഡ് മാനേജ്മെൻറ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട ബെറ്റർ കമ്മ്യൂണിക്കേഷനാണ്. ഒരു ക്ലയൻറ്റ് എപ്പോഴും വന്നു കഴിഞ്ഞാൽ ഹസിൽ ഫ്രീ ആയിരിക്കണം. അയാൾക്ക് ഒരു പ്രൊജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രൊജക്റ്റിൻ്റെ ഡിസൈൻ ഘട്ടം എവിടെ വരെ എത്തി, അപ്രൂവൽ എവിടെ വരെ എത്തി. സോ ഇതിനൊരു CRM അല്ലെങ്കിൽ പ്രൊജക്ട് മാനേജ്മെൻറ്റ് ടൂൾസൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്ലയൻറ്റ് സെൻട്രിക് എക്സ്പീരിയൻസ് കമ്പനിയിൽ കൊടുക്കാൻ പറ്റും. ഏറ്റവും പ്രീമിയം ബ്രാൻഡിൽ ഒരു ക്ലയൻറ്റിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് കൺസ്ട്രക്ഷൻ ഫേമിലോട്ട് വരികയാണെങ്കിൽ അയാൾക്കൊരു കസ്റ്റമറിന് എക്സ്പീരിയൻസ് കിട്ടണം. ഒരു നിങ്ങൾ പറഞ്ഞ പോലെ 9 to 12 months ജേണിയാണ്. ആ ജേണിയിൽ ചെറുതായിട്ട് കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇഷ്യൂസ് ഉണ്ടാവും. അത് എത്രത്തോളം ചെറുതാക്കി കൊണ്ടുവരുന്നു അതാണ് വിജയം. അതിന് ഉപയോഗിക്കുന്ന ടൂൾസാണ് CRM ആൻഡ് പ്രൊജക്ട് മാനേജ്മെൻറ്റ് ടൂൾസ്. പലപ്പോഴും പല കമ്പനികളും ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നില്ല.
സോ അത് ഈ പ്രൊജക്ട് മാനേജ്മെന്റ് എന്നുള്ള പോയിന്റിൽ ഇപ്പം ഞാൻ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രൊജക്റ്റിൽ എൻ്റെ മെയിൻ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞത് ഒരു പ്രൊജക്ട് മാനേജ്മെൻറ്റ് സിസ്റ്റം അതിനുണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അപ്പം പ്രത്യേകിച്ചും കൺസ്ട്രക്ഷൻ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഒരു 15ഓളം പ്രൊജക്ട്സ് ഹാൻഡിൽ ചെയ്യുന്നവരായിരുന്നു. അവരുടെ മെയിൻ USP അല്ലെങ്കിൽ അവരെന്ത് പറഞ്ഞാണ് സെല് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ അവർ ഓൺ ടൈമിൽ ഡെലിവറി, അതായത് കൺസ്ട്രക്ഷനിൽ ഇപ്പോൾ പറഞ്ഞ പോലെ എപ്പോഴും നടക്കാത്തൊരു പ്രശ്നമാണ് ഓൺ ടൈം ഡെലിവറി. കാരണം നമുക്ക് മെറ്റീരിയലിൻ്റെ ഇഷ്യൂ ഉണ്ടാവാം, ലേബേഴ്സിൻ്റെ ഇഷ്യൂ ഉണ്ടാവാം, പലതരത്തിലുള്ള ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഓൺ ടൈം ഡെലിവറി ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഓൺ ടൈം ഡെലിവറി ചെയ്യും. നമ്മൾ പ്രൊജക്റ്റ് ക്ലോസ് ആകുമ്പോൾ തന്നെ ഈ 10 മാസം കഴിഞ്ഞിട്ട് ഈ ദിവസം നിങ്ങൾക്ക് താക്കോല് തരും എന്ന് പറയുന്നൊരു കോൺഫിഡൻസിലാണ് അവർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട ഒരു സിസ്റ്റം ആയിരുന്നു എല്ലാ പ്രൊജക്ട്സും എവിടെ എത്തി, അത് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ, ഈ ആഴ്ച എന്ത് നടന്നു, ഈ ആഴ്ച നടക്കാത്തതുണ്ടെങ്കിൽ അടുത്ത ആഴ്ച അതും കൂടി എങ്ങനെ നടത്തണം, അതിൻ്റെ കൂടെ അടുത്ത ആഴ്ച പ്ലാൻ ചെയ്ത് നടക്കണം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ തന്നെ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യണ്ടായി. അപ്പോൾ അതിലൂടെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു വർക്ക് ഫ്ലോ, ഇപ്പോൾ തുടക്കം തൊട്ട് ഡിസൈൻ, സെയിൽസ്, എക്സിക്യൂഷൻ, അതുപോലെ MEP, HVAC, അങ്ങനെ പല എല്ലാ ടീമിൻ്റെ ഒരു കോർഡിനേഷൻ അവിടെ കൃത്യമായിട്ട് നടക്കണ്ടായി. അതിൻ്റെ കൂടെ തന്നെ ഒരു ERP ഇംപ്ലിമെന്റേഷൻ. ERPയിലൂടെ ഇപ്പം റിസോഴ്സ് പ്ലാനിങ്, നമ്മളിപ്പം ലേബേഴ്സിൻ്റെ ആണെങ്കിലും സബ് കോൺട്രാക്ടേഴ്സിൻ്റെ ആണെങ്കിലും അതുപോലെ മെറ്റീരിയലിൻ്റെ ആണെങ്കിലും മെറ്റീരിയലിൻ്റെ വേസ്റ്റേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, തെഫ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ മെറ്റീരിയൽ ട്രാൻസ്ഫർ കൂടുതൽ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ അങ്ങനെയൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ERP സിസ്റ്റവും ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടായി. അപ്പോൾ ഇതൊന്നും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് കൊണ്ടുവരാത്തതും ഒരു കമ്പനീനെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റാത്ത ഒരു വലിയ സ്കെയിൽ. നമുക്ക് നമ്പർ ഓഫ് പ്രോജക്ട്സ് കൂട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ടെക്നോളജി നമ്മൾ കമ്പനിയിൽ കൊണ്ടുവന്നേ മതിയാവും. അപ്പം നമ്മൾ പറഞ്ഞ പോലെ സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ കൂടെ നമുക്ക് പറയേണ്ട ഒന്നാണ് സെറ്റിംഗ് ക്ലിയർ വർക്ക് ഫ്ലോസ് കമ്പനിയിൽ. അപ്പം ഏറ്റവും ആദ്യത്തെ കാര്യം, പല കൺസ്ട്രക്ഷൻ കമ്പനികളിലും ഫൗണ്ടേഴ്സ് ഭയങ്കര തിരക്ക് പിടിച്ചോടുകയാണ്. അതിന് കാരണം പ്രധാനമായിട്ട് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അസൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ കമ്പനിയിലെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഉണ്ടാക്കുന്നു, അത് അവർക്കുള്ള ഡ്യൂട്ടീസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ടാസ്കുകളെല്ലാം ഒരു SOP ക്രിയേറ്റ് ചെയ്തിട്ട് ആ ടാസ്കുകൾ ചെയ്തെടുക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ആ ടാസ്കുകൾ അനലൈസ് ചെയ്യാൻ നമുക്കൊരു CRM സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നു. അതിൽ നിന്ന് പിന്നെ വീക്ക്ലി മീറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു ഇന്റേണൽ അല്ലെങ്കിൽ ഒരു എഫിഷ്യൻസി കൂടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കൺസ്ട്രക്ഷൻ കമ്പനികളിൽ ചെയ്യേണ്ട ഒന്നാണ് വർക്ക് എഫിഷ്യൻസി കൂട്ടുക എന്നുള്ളത്. സെറ്റിംഗ് ക്ലിയർ വർക്ക് ഫ്ലോ ഇത് മാത്രം ചെയ്ത് ഞങ്ങൾ നന്നാക്കി എടുത്തൊരു കമ്പനികളുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അവിടെയുള്ള 2-3 സ്റ്റാഫുകൾ നമ്മൾ പുതുതായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് അവർ ഇറങ്ങിപ്പോകാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു CRM ടൂള് കമ്പനി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് പ്രൊജക്ട് മാനേജറെ സംബന്ധിച്ചിടത്തോളം ഈച്ച് പ്രോജക്റ്റിൽ എന്തൊക്കെ ഡെയിലി ടാസ്ക് എന്ത് നടന്നു അത് എൻ്റർ ചെയ്യേണ്ടി വരും. സോ അക്കൗണ്ടബിലിറ്റി വരികയാണ്. ചിലപ്പോൾ ഇത്ര ലേബേഴ്സ് ഇത്ര സൈറ്റിൽ ഇത്ര വർക്ക് ചെയ്തിട്ടുള്ളൂ, എല്ലാം മെഷറബിൾ ആയിരിക്കും. അപ്പോൾ അന്നേരം സിസ്റ്റത്തിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി എലിമിനേറ്റ് ആയി പോകും. എലിമിനേറ്റ് ആയി പോകും. അപ്പൊ അത് കൂടെ ഒരു ഫൗണ്ടർ ചിലപ്പം ഒന്ന് ഫേസ് ചെയ്യേണ്ടി വരും. അയാൾ കൂടെ 10-15 വർഷം ലോങ് റണ്ണിൽ ആലോചിക്കുമ്പോൾ കമ്പനിയുടെ ഗ്രോത്ത് ആണല്ലോ പ്രയോറിറ്റി. കമ്പനി ഇല്ലെങ്കിൽ ചുവരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റുന്ന കമ്പനി ഇല്ലെങ്കിൽ ഇത് നിലനിൽക്കില്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു വേറൊരു സൈഡ് തന്നെയാണ്. വേറെ സൈഡാണത്. ഇതില് ചിലപ്പോൾ നല്ല പുതിയ പ്രൊജക്ട് മാനേജേഴ്സിനെ കൊണ്ടുവരേണ്ടി വരും. പുതിയ ഡിസൈൻ ടീം ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഇതിന്റെ ഭാഗമാണ്. അപ്പൊ ചില ആളുകൾ ഔട്ടാവും, ചില ആളുകൾ ഔട്ടാകാതിരിക്കാം. ഇതിൽ ഒരു ഫൗണ്ടർ എന്ത് ചെയ്യണം, അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ മാത്രമേ 2025-2028 ആകുമ്പോഴേക്കും അയാൾക്ക് മാർക്കറ്റിൽ നിലനിൽക്കുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ഏതൊരാളുടെ ആഗ്രഹം എന്താണ്, പ്രീമിയം ബ്രാൻഡ്, നമ്പർ ഓഫ് സ്കെയിൽ, അല്ലെങ്കിൽ നല്ല പ്രൊജക്ട്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതിലേക്ക് ഇങ്ങനത്തെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും. അപ്പം ഈ ഒരു പോയിന്റിൽ ഇപ്പം ടീമിന്റെ എഫിഷ്യൻസി, ഇപ്പം ഞാൻ പല കണക്ട് ചെയ്യുന്ന ആൾക്കാരും ഒരുപാട് കൊല്ലമായിട്ടുണ്ട്. പക്ഷെ ഇവര് പറയുമ്പോൾ ഇവര് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഒരു വൺ മാൻ ഷോ എന്നുള്ള പോലെയാണ്. അപ്പം ഞാൻ പോലും വിചാരിച്ചു, അതായത് എന്തുകൊണ്ട് ഇവരൊരു ടീമിനെ ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചില്ല. അപ്പം അവർ പറയുന്നത് 1-2 തവണ അത് ശ്രമിച്ചപ്പോൾ അവർക്ക് റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടിയില്ല, അല്ലെങ്കിൽ അവർ ചില കാര്യങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നില്ല, എല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്നുള്ളത്. അപ്പൊ അതൊന്നും ഒരുപാട് മുന്നോട്ട് പോവില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. നമുക്ക് നമ്പർ ഓഫ് പ്രൊജക്ട്സ് കൂട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഉണ്ടാക്കിയാൽ മതിയോ, ഓരോ റോൾസും ഡ്യൂട്ടീസും അസൈൻ ചെയ്താൽ മതിയോ. അപ്പം അതിൽ ആ റിസ്ക് നമ്മൾ എടുക്കണം. പല ആളുകൾക്ക് പേടിയാണ്, ഞാൻ തന്നെ ക്ലയന്റിനെ വിളിച്ചിട്ടില്ലെങ്കിൽ എന്താവും. അതിൽ നിന്ന് എന്ന് മാറി നിൽക്കുമോ അന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. നമ്പർ ഓഫ് പ്രോജക്ട്സ് കമ്പനി കൊണ്ടുവരാം. നമ്മളെല്ലാവരും ഇൻഡിപെൻഡന്റ് ആക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കമ്പനിക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവും. ഇൻഡിപെൻഡന്റ് ആക്കുന്ന സമയത്ത് തന്നെ ഓരോ ജോലിക്ക് ഒരു റോൾ ഉണ്ട്, ഒരു SOP ഉണ്ടെങ്കിൽ നാളെ ആ റോളിലേക്ക് വേറൊരാൾ വന്നാലും അയാളെ ട്രെയിൻ ചെയ്യാൻ അത് നേരത്തെ പറഞ്ഞ നമ്മൾ സെയിൽസിന്റെ SOP അത് റിപ്പീറ്റ് ചെയ്താൽ മാത്രം മതി കമ്പനിക്ക് എന്ത് ചെയ്യാൻ, ഗ്രോ ചെയ്യാൻ. അവിടെ ആള് വരുന്നോ പോകുന്നോ ഒന്നും കമ്പനിക്ക്. ഇപ്പം നമ്മള് സക്സസ്ഫുൾ ആയ കമ്പനികൾ എന്തുകൊണ്ടാണ് സക്സസ്ഫുൾ ആവുന്നത് നമ്മൾ പറയുമെങ്കിലും ഈ ഒരു ഇത്രയും സിമ്പിൾ ആയിട്ട് റിപ്പീറ്റബിൾ ആയിട്ടുള്ള ഒരു ഫോർമുല കണ്ടുപിടിച്ചോണ്ടാണ് അവര് സക്സസ്ഫുൾ ആവുന്നത്. അത് റിപ്പീറ്റ് ചെയ്ത്
ചെയ്യുക എന്നുള്ളത് മാത്രമേ പിന്നെ അവിടെ ഫൗണ്ടറെ സംബന്ധിച്ചിടത്തോളം പ്രധാനമുള്ളൂ. അവിടെ ആര് വരുന്നു അല്ലെങ്കിൽ എംപ്ലോയീസ് പോകുന്നുണ്ടോ വരുന്നുണ്ടോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ ഓക്കെ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് ഒന്നുകൂടി തിരിച്ചു വരാണ്. ഇപ്പോൾ ഒരു പ്രീമിയം ബിൽഡർ, ഇപ്പം നമുക്കറിയാം, ഇപ്പം വളരെ പേരുകേട്ട ഒരുപാട് ബിൽഡേഴ്സ് ഉണ്ട് നമുക്ക് കേരളത്തിൻ്റെ ഒരു സീൻ നോക്കുകയാണെങ്കിൽ. ഒരുപാട് ബിൽഡേഴ്സ് ഉണ്ട്, ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊജക്ട്സ് ഇപ്പം പല സിറ്റികളിലും വളരെ വലിയ പ്രൊജക്ട്സ് വരുന്നുണ്ട്. ഇപ്പം അത് അപ്പാർട്ട്മെന്റ്സ് എന്നുള്ള രീതിയിലാണെങ്കിലോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സ്പേസസ് അല്ലെങ്കിൽ IT പാർക്സ്, അങ്ങനെ പല തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ഒരു ബിൽഡറെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രീമിയം വില്ല എന്ന് പറയുന്നത് പല ബിൽഡേഴ്സിന്റെ ഒരു ഡ്രീമാണ്. അത് പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ നമുക്കൊരു വില്ല കൺസ്ട്രക്ഷൻ കുറേ കാര്യം കൊണ്ട് നമുക്ക് എളുപ്പമാണ്. ഒരു ഏരിയയിൽ നമുക്ക് ലേബർ മെറ്റീരിയൽ ഒക്കെ നമുക്ക് കുറച്ചുകൂടി ഒപ്റ്റിമൈസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നു. ഈ പ്രൊജക്ട് മാനേജ്മെന്റ് ഈസിയാണ്. മാത്രമല്ല നമുക്കൊരു ഒരു പ്രസ്റ്റീജ് ആണ്, അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് സിമ്പൽ പോലെയാണ് പല ബിൽഡേഴ്സും അതിനെ അപ്രോച്ച് ചെയ്യാറ്. അപ്പം അവിടെയാണ് ഈ പറഞ്ഞ പ്രീമിയം ബ്രാൻഡിങ്ങിന്റെ ഒരു ആൾക്കാർ പ്രീമിയം ബ്രാൻഡിന്റെ അല്ലെങ്കിൽ വാങ്ങുന്നില്ല. ഇപ്പൊ നമ്മള് റേറ്റ് നിങ്ങൾ എത്ര കുറച്ച് കൊടുത്താൽ വരെ എന്ത് ചെയ്യില്ല, വില്ലാസ് വാങ്ങില്ല. സോ ഒരു അപ്പാർട്ട്മെന്റിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് പ്രീമിയം ബ്രാൻഡിന്റെ കയ്യിൽ നിന്ന് മാത്രമേ ആളുകൾ എന്ത് ചെയ്യുള്ളൂ, വിലാസം വാങ്ങിക്കൂ. അപ്പൊ അതിൽ പ്രീമിയം, അതാണ് ഏതൊരു ഫൗണ്ടർ ലക്ഷ്യവും അത് തന്നെയാണ്, സ്വന്തമായിട്ടൊരു വില്ല പ്രൊജക്ട് അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് ചെയ്യാനുള്ളതാണ്. അപ്പം അത് ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കൺസ്ട്രക്ഷൻ ഫേം ഒരു പ്രീമിയം ആയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് അതിലോട്ട് പോകാം. അതൊരു വലിയ ജേണിയാണ് താനും. നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ഒരു പ്രീമിയം ബ്രാൻഡാക്കി മാറ്റാൻ പറ്റുന്നതല്ല. നമ്മൾ കൃത്യമായി പൊസിഷൻ ചെയ്ത് അതിനുവേണ്ടി ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി അതിനുവേണ്ടി ഒരു ഡിജിറ്റൽ ഔട്ട്ലുക്ക് മെല്ലെ ക്രിയേറ്റ് ചെയ്ത് ഓവർ എ ടൈം പീരീഡ് നമ്മൾ ഒരു പ്രീമിയം ബ്രാൻഡായിട്ട് മാർക്കറ്റിൽ പ്ലേസ്ഡ് ആവുകയാണ്. ഒരു 5 വർഷത്തെ ഒരു പേഷ്യൻസ് എങ്കിലും ഫൗണ്ടറിന് ഉണ്ടാവണം. ആ ഘട്ടമായിട്ട് സംഭവിക്കുന്ന എന്താണ്, പല ആളുകൾക്കും ഒരു ഇമ്മീഡിയറ്റ് റിസൾട്ട് വേണം. അതുകൊണ്ടാണ് ഇത് ആളുകൾ എന്ത് ചെയ്യാതെ ഇതിലേക്ക് റിസ്ക് എടുക്കാതെ. അതോ ഈ 5 കൊല്ലത്തേക്ക് എന്ന് പറയുമ്പോൾ 5 കൊല്ലത്തേക്കുള്ള ഒരു വിഷനും അതിനുള്ള ഒരു സ്ട്രാറ്റജിയും അതിനുള്ള ഒരു ടീമും വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ ഇതുവരെ പോയിക്കൊണ്ടിരുന്ന വഴികളിൽ നിന്ന് ചിലപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള വഴികൾ പോകേണ്ടി വരും. നേരത്തെ പറഞ്ഞ പോലെ ചില ആളുകൾ ഇറങ്ങിപ്പോകും, ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഇറങ്ങിപ്പോകേണ്ടി വരും. അപ്പൊ അതിനൊരു പേടി, ആ പേടി ഇല്ലാതാക്കുന്നുള്ള നമ്മുടെ ലക്ഷ്യം. ഓക്കെ. സോ വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഇൻഡസ്ട്രീനെ പറ്റിയിട്ട് ഒരുപാട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഡിസ്കഷൻ തന്നെയായിരുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. സോ നമ്മൾ ഇനിയും കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇൻഡസ്ട്രിയുടെ പല ആസ്പെക്റ്റിനെ പറ്റിയിട്ട് നമ്മളെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് ഉറപ്പായിട്ടും സംസാരിക്കാം. സോ താങ്ക് യു.